വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ തള്ളിപ്പറഞ്ഞ് പെൺമക്കൾ ഇഷ്ടപ്പെട്ടവർക്കൊപ്പം ഇറങ്ങിപ്പോകുന്ന സങ്കടകരമായ കാഴ്ചകൾ ചില കോടതി പരിസരത്ത് പോയാൽ കാണാൻ കഴിയും. ആർക്കൊപ്പം ജീവിക്കണമെന്നത് പ്രായപൂർത്തിയായ ഏതൊരാളുടെയും ഇഷ്ടമാണ്. എങ്കിലും അതൊരു അച്ഛനും അമ്മയ്ക്കും സഹിക്കാനാവില്ല. കഴിഞ്ഞ രാത്രി ഇങ്ങനെയൊരു വൈകാരികമായ കാഴ്ച കണ്ടു. കൊച്ചിയിൽ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയാണ് മാതാപിതാക്കൾക്കൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ വ്യക്തമാക്കിയത്. ഇതോടെ രാത്രി തന്നെ പോലീസ് അകമ്പടിയോടെ നെടുമ്പാശ്ശേരിയിലെത്തിയ യുവതി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് യുവതിയെ ഡൽഹിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. അതിനിടെ മകളെ കാണാനില്ലെന്ന കേസ് വടക്കേക്കര പോലീസ് അവസാനിപ്പിച്ചു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരി സമൂഹ മാധ്യമങ്ങളിലൂടെ മൊഴിമാറ്റം നടത്തിയതിന് പിന്നാലെ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിരുന്നു. തുടർന്നാണ് ഇവരെ ഡൽഹിയിൽ നിന്നും കണ്ടെത്തി പോലീസ് കൊച്ചിയിലെത്തിച്ചത്. വ്യാഴാഴ്ച രാത്രി 8:30 വിമാനമാർഗം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിച്ച യുവതിയെ കസ്റ്റഡിയിലെടുത്ത് വടക്കേക്കര പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും തുടർന്ന് കോടതിയിൽ ഹാജരാക്കുകയുമായിരുന്നു. കുട്ടിയുടെ പിതാവും സഹോദരനും ഇവിടെ എത്തിയെങ്കിലും തനിക്ക് വീട്ടുകാരോടൊപ്പം പോകാൻ താൽപര്യമില്ലെന്ന് യുവതി അറിയിച്ചു. വീട്ടിൽ നിൽക്കുന്നതിനേക്കാൾ താനിപ്പോൾ സുരക്ഷിതയാണെന്ന് മജിസ്ട്രേറ്റിനെ അറിയിച്ച പെൺകുട്ടി ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകാനാണ് ആഗ്രഹമെന്നും വ്യക്തമാക്കി. തുടർന്ന് പോലീസ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തെത്തിച്ച പെൺകുട്ടി തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഓഫീസിലേക്കെന്ന് പറഞ്ഞ് 10 ദിവസം മുൻപാണ് യുവതി വീട്ടിൽ നിന്നും പോയത്. തുടർന്ന് ഭർത്താവ് രാഹുലിനെതിരെ നൽകിയ ഗാർഹിക പീഡന പരാതി കള്ളമാണെന്ന് വ്യക്തമാക്കി യുവതി യൂട്യൂബ് ചാനലിലൂടെ വീഡിയോ സന്ദേശം പുറത്തുവിടുകയായിരുന്നു. പുറത്തുവിട്ട വീഡിയോ സന്ദേശങ്ങൾ പിന്തുടർന്നാണ് പോലീസ് ഡൽഹിയിൽ യുവതി താമസിച്ച സ്ഥലം കണ്ടെത്തിയത്. കണ്ടെത്തുമ്പോൾ ഡൽഹിയിൽ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു യുവതി എന്നാണ് പോലീസ് നൽകുന്ന വിവരം. താൻ കുടുക്കിൽപ്പെട്ടിരിക്കുകയാണെന്നും തന്നെ കാണാനില്ലെന്ന പരാതി പിൻവലിക്കണമെന്നും ബുധനാഴ്ച അമ്മയെ വാട്സ്ആപ്പ് കോളിൽ വിളിച്ച് യുവതി ആവശ്യപ്പെട്ടിരുന്നു. പരാതി പിൻവലിക്കില്ലെന്ന് അമ്മ ഉറപ്പിച്ചു പറഞ്ഞതോടെ യുവതി കോൾ കട്ട് ചെയ്തു. ഇക്കാര്യവും ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചിരുന്നു. ഈ കോൾ വിവരങ്ങളാണ് യുവതിയെ കണ്ടെത്താൻ പോലീസിന് സഹായകമായത്. അതിനിടെ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയെ കാണാനില്ലെന്ന കേസ് വടക്കേക്കര പോലീസ് അവസാനിപ്പിച്ചു. ഡൽഹിയിൽ കഴിയുകയായിരുന്ന പെൺകുട്ടി കൊച്ചിയിലെത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുകയും വീട്ടുകാരുടെ കൂടെ പോകാൻ താൽപര്യമില്ലെന്ന് അറിയിക്കുകയും ചെയ്തതോടെയാണ് മിസ്സിംഗ് കേസ് അവസാനിപ്പിച്ചത്. അതേസമയം പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് ക്വാഷ് ചെയ്യാനുള്ള അപേക്ഷ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. കേസ് തിങ്കളാഴ്ച കോടതി പരിഗണിക്കും. ഗാർഹിക പീഡന കേസിൽ അന്വേഷണം പൂർത്തിയായെന്നും ഒരാഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കുമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.